ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? റവ വെച്ചിട്ട് നമ്മളൊരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് റവ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചെറിയ കളർ ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കത് ഇതുപോലെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും വേപ്പിലയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം, നമ്മുടെ ഉപ്പുമാവിലേക്ക് എടുത്തിട്ടുള്ള റവയ്ക്ക് ആവശ്യമായ തിളച്ച വെള്ളമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കും. ഇത് മൂടി വെച്ച് വരുമ്പോഴേക്കും നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ സബോള ചെറുതാക്കി എരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ തൂകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.